Welcome, dear students. So we were discussing about moment of force and was discussing on some numerical problems in our last video session. So in this session, we are going to discuss about center of gravity and about uniform circular motion. So I think all of you know about weight, right? What is weight? Weight is a force acting on a body due to Earth's gravitational force. So there is a common misconception about mass and weight. So we know weight is nothing but a force acting on a body due to Earth's gravitational pull. So if we consider a body, suppose this is a body, and this body is considered or made up of so many particles, right? It's made up of so many particles, and each particle is exerted, or a force is acted on each particle, right? And the total weight of the body is due to the weight or the gravitational pull acting on each and every body. അതായത് ഈ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എന്താണ്? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് മൂലമുള്ള ഫോഴ്സ് ആണ്. ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സിംഗിൾ പാർട്ടിക്കിൾ കൊണ്ടല്ല മേഡപ്പ് ആയിരിക്കുന്നത്. അതെന്താണ്? ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആ ഓരോ പാർട്ടിക്കിളിന്റെ ഫോഴ്സ് എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെർട്ടിക്കൽ ഡൗൺവേർഡ്സ്? ആൻഡ് ദിസ് ഓൾ ഫോഴ്സസ് ഓർ ഓൾ വെയിറ്റ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഈസ് കൺസിഡർഡ് ടു ബി ആക്ടിങ് പാരലൽ. അവ എന്താണ്? ഓരോന്നും പാരലൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ദ സൈസ് ഓഫ് ദ ബോഡി ഈസ് വെരി സ്മോൾ കൺസിഡറിങ് എർത്ത്സ് ഏരിയ. എർത്തിന്റെ എന്താണ് സൈസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോഡീസിന്റെ സൈസ് വളരെ മിനിമൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ പാർട്ടിക്കിളിന്റെ ഇൻഡിവിജ്വൽ വെയിറ്റ്സ് എന്ത് ചെയ്യുന്നത്? പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ if we consider a single point, if we consider a point G on the surface of the body, ആ ബോഡിയിൽ ഒരു പോയിന്റ് G എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ദി സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ദി വെയിറ്റ്സ് ഓഫ് ദി ബോഡി എന്താണ്? ഈ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ വെയിറ്റിന്റെയും മൊമെന്റ് എന്ന് പറയാൻ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവയെല്ലാം എന്താണ്? അറ്റ് എ പോയിന്റ് G is 0 if we consider a point G where sum of individual moments of all the particles of the body is considered to be 0, then that particular point is called the center of gravity of that body. എന്താണ് പറയുന്നത്? അതായത് നമ്മളൊരു ബോഡിയെ കൺസിഡർ ചെയ്യുന്നു. ആ ബോഡിയിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ വെയിറ്റിന്റെ മൊമെന്റ്സ് എന്ത് ചെയ്യുന്നു? സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് 0 ആയിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ പോയിന്റ് വേർ വിച്ച് ദ ഓൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഓർ ഓൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഈ ബോഡിയുടെ എല്ലാ വെയിറ്റും അല്ലെങ്കിൽ എല്ലാ ഫോഴ്സും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇൻ മോസ്റ്റ് കേസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് നമ്മൾ എടുക്കാറുണ്ട്. സെന്റർ ഓഫ് മാസ് വേറൊരു കൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ദ പോയിന്റ് വേർ ഓൾ ദ മാസ് ഓഫ് ദി ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റ്. അതായത് ഈ ബോഡിയുടെ ഹോൾ മാസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ പർട്ടിക്കുലർ പോയിന്റിനാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഈ ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്ത് അതിനെ നമുക്ക് എന്താ പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്യാൻ കഴിയും. സോ ഇവിടെ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. The point where which the whole weight of the body is assumed to be, entire weight of the body can be assumed to be concentrated. ആ ബോഡിയുടെ എൻറ്റയർ വെയിറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിനെയാണെന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡിക്ക് എന്താണ്? പല ഷേപ്പ് മാറുന്നതനുസരിച്ച് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറാം. The center of gravity of a body depends on its shape. അതിന്റെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? It depends on its shape. As the shape of the body changes, the center of gravity or the point center of gravity changes. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് വയർ കൺസിഡർ ചെയ്യുന്നു. ഒരു ലോങ് വയർ കൺസിഡർ ചെയ്താൽ മേ ബി അതിന്റെ സെൻട്രലായിരിക്കും, അതിന്റെ എക്സാക്ട് മിഡ് പോയിന്റിലായിരിക്കും എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് ഈ വയറിനകത്ത് നമ്മൾ ബെൻഡ് ചെയ്ത് ഒരു സർക്കുലർ റിംഗ് ആക്കി മാറ്റുവാണെങ്കിൽ അത് ആ സർഫസിൽ അതിന്റെ ബോഡിയിലായിരിക്കത്തില്ല, പകരം എന്തായിരിക്കും? ആ സർക്കുലർ റിംഗിന്റെ സെന്ററിൽ അവിടെ ഹോളോ ആണ്. ആ പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. ഷേപ്പ് ഓഫ് ദ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇഫ് ദ ഷേപ്പ് ചേഞ്ചസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓൾസോ ഷിഫ്റ്റ്സ് ഓർ ചേഞ്ചസ്. ഒരു ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്തുണ്ടാവും? ചേഞ്ച് സംഭവിക്കാം. സോ ഷേപ്പ് ഇസ് എ ഫാക്ടർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓൺ ദി ബോഡി. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓൾവേസ് ആ സർഫസിൽ ബോഡിക്ക് ഉള്ളിലാവണമെന്ന് നിർബന്ധമില്ല.
It does not need to be on the body itself. It may be outside the body. ബോഡിക്ക് പുറത്താകാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ്, ഒരു ലോങ് വയറിന്റെ കേസിൽ വയറിന്റെ എന്താണ് ഇപ്പോൾ ഈ ഒരു ബോഡി, ഈ ഒരു പെൻ, ഇപ്പോൾ ഈ പെന്നിന്റെ എന്താണ് എക്സാക്ട് ബോഡിയിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. എന്നാൽ ഈ ഒരു ഇത്രയും ഇതേ ലെങ്ത് ഉള്ള ഒരു വയറിനെ ഞാൻ എടുത്ത് ഒരു സർക്കുലർ റിംഗ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ സെൻട്രലായിരിക്കും. അത് ഇത്രയും ഭാഗം ഹോളോ ആണ് എങ്കിലും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന്റെ സെന്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ പല ഷേപ്പുകളുടെ എന്ത് ചെയ്യുന്നു ഒബ്ജക്ട്സുകളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏത് പൊസിഷനിലാണ് വരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 13 ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അത് നെസസറി അല്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ അതിന് താഴെ നമുക്ക് പല ഡിഫറെന്റ് ഫിഗേഴ്സിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏത് പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളത് ഡിഫറെന്റ് ഫിഗേഴ്സിന്റെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് 1-2 ഫിഗേഴ്സിന്റെ നോക്കി വെച്ചാൽ മതി. ഓൾമോസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ട്രയാങ്കുലർ ഫിഗർ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംസ് നിയർ ടു ദ ബേസ്. എപ്പോഴും അതെന്താണ് ഒരു ഷേപ്പ്, അതിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ഓൾവേസ് ബി എന്തായിരിക്കും നിയർ ടു ദ ബേസ് ഓഫ് ദി ബോഡി. ആ ബോഡി ഏത് പോയിന്റിലാണോ നമ്മൾ എന്ത് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത് ആ ബേസിനോട് നിയറസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് കാണപ്പെടുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണപ്പെടുന്നത്. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ഓൾവേസ് ബി നിയർ ടു ദ ബേസ് ഓഫ് ദി ബോഡി. അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ചെയ്യാൻ എന്തായിരിക്കും ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോവസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലായിരിക്കും നോട്ട് ടു ഗെറ്റ് ബാലൻസ്. അതായത് ഈ ഒരു ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഫാർ എൻഡിലേക്ക് പോകത്തില്ല. ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ട്രയാങ്കുലർ ഒബ്ജക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫാർ എഡ്ജിലേക്ക് പോകത്തില്ല. ഇറ്റ് വിൽ ബി ആസ് ലോ ആസ് പോസിബിൾ ആൻഡ് മേ ബി എന്താണ് വളരെ ക്ലോസ് ടു ദ ബേസിനോട് വളരെ അടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണപ്പെടുന്നത്. ഇതിനെ നമുക്ക് എന്താണ് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഈ ബോഡിയെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്ത് നിർത്താനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. Another thing which we want to learn about in this particular topic is how to determine the center of gravity of an irregular solid. ഒരു ഇറഗുലർ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്. സപ്പോസ് ഇങ്ങനെ ഒരു ബോഡിയാണെന്നിരിക്കട്ടെ, ഇതാണ് നമുക്കൊരു ബോഡി ഉള്ളത്, ഒരു ഇറഗുലർ ബോഡിയാണല്ലോ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഇറഗുലർ ഷേപ്പുള്ള ബോഡിയാണ്. ഈ ബോഡിയുടെ എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പല പൊസിഷനായിട്ട് നമ്മൾ ഒരു പൊസിഷൻ, ഇവിടെ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യുന്നു, ഇവിടെ മറ്റൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ഇവിടെ മറ്റൊരു പോയിന്റ്, ഓക്കെ, ഇവിടെ അടുത്തൊരു പോയിന്റ്, ഈ 3 പോയിന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ബോഡി എന്നൊരു എന്താണ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മളൊരു വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഹാങ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു പേപ്പർ കഷ്ണമാണെങ്കിൽ ഇതിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കാണ്, ഈ ടെക്സ്റ്റ് ബുക്കിനെ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഹോൾ ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്ത് ഹാങ് ചെയ്ത് കിടക്കും. അപ്പോൾ ഈ വെയിറ്റ് സസ്പെൻഡ് ചെയ്യുമ്പോൾ വെയിറ്റ് എന്താണ് ഒരു ലൈൻ, അതായത് നമ്മളിപ്പോൾ ആ വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഒരു ലൈൻ ഇവിടുന്ന് ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ഒരു പോയിന്റ് കടന്നു വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിനെ വെച്ചൊരു വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നു, അതും എന്താണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ എന്ത് ചെയ്യുന്നു ആ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിനെ സസ്പെൻഡ് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ കൂടെ ഒരു ലൈൻ കടന്നു പോകുന്നു. ഓക്കെ, ഇത് ഇപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ തിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഇതുപോലെ അല്ലാതെ തൂക്കിയിടുന്നത്, സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഷേപ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും ആ വെയിറ്റ് ഇതിലൂടെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെ ചേർന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ലൈനാണ് ഈ ഉദ്ദേശിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ്, സപ്പോസ് ഇത് എം, ഇത് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഫിഗർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് എം എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതെന്ത് ചെയ്യും ആ വെയിറ്റ് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ആ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ആ ടോയിന്റെ ലൈൻ നമ്മൾ എന്ത് ചെയ്യും ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ടോയിന്റെ അതേ പോയിന്റിൽ കൂടെ നമ്മൾ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ലൈനാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ പിയിലൂടെ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, we can see that all the 3 lines meet at a particular point. All the 3 lines meet at a particular point, and this particular point will be the center of gravity of that irregular body. അങ്ങനെയെങ്കിൽ ഈ 3 weights 3 particular പൊസിഷനിൽ കൂടെ സസ്പെൻഡ് ചെയ്ത വെയിറ്റ് കടന്നു പോകുന്ന ലൈനിൽ കൂടെ ആ ലൈനിനെ ജോയിൻ ചെയ്ത ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്, ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് വിൽ ബി ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ബോഡി. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും എന്ന് പറയുന്നത് ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വി ഹാവ് ടു ലേൺ അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓൺ ദിസ് ഇസ് ദ വേ അറ്റ് വിച്ച് വി ഫൈൻഡ് ഔട്ട് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ആൻ ഇറഗുലർ ഒബ്ജക്ട് ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് എ പ്ലംബ് ലൈൻ. ഈ മെത്തേഡിനെ ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് പ്ലംബ് ലൈൻ മെത്തേഡ് എന്ന് പറയും. പ്ലംബ് ലൈൻ അതായത് നിങ്ങളുടെ കേസിൽ ഇപ്പോൾ ഇത് പ്ലംബ് ലൈൻ ഒരു വെയിറ്റ് എന്ന് പറയുക തൂക്കുകട്ട വെച്ച് എന്ത് ചെയ്യുന്നു മെഷർ ചെയ്യുന്നു പറഞ്ഞ പോലെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലംബ് ലൈൻ. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി യൂണിഫോം സർക്കുലർ മോഷൻ.
So uniform circular motion. In order to study uniform circular motion, we have a circular path, right? ഇതൊരു circular path ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Suppose a person is running from the point A along the circular path, from the point A along the circular path, and N is running at the point A itself. So he completes a circular path, or circular path running complete ചെയ്യുന്നു at a constant speed. He runs at a constant speed. So we can state that the body is എന്താണ് ഈ പേഴ്സൺ ഓടുന്നത് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഓടുന്നതിനാൽ, as the speed of the body is a constant, we can say that he is executing a uniform motion. എന്താ പറയാം, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. Why? എന്താണ് ഈ moves, when a particle moves with a constant speed in a circular path, the motion is said to be a യൂണിഫോം സർക്കുലർ മോഷൻ. ഇത്തരത്തിലുള്ള മോഷനാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ, കൺസിഡറിങ് ഓൺലി ദ സ്പീഡ് ഓഫ് ദി ബോഡി. ഇവിടെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, സ്പീഡ് ഓഫ് ദി ബോഡി. സോ ഇവിടെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്ന് പറഞ്ഞു. ബട്ട് വാട്ട് ഈസ് ദ കേസ് ഇഫ് യു കൺസിഡർ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് സിംപ്ലി ദ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ്, ഇഫ് ദ പാത്തിന്റെ റേഡിയസ് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബൈ 2πr. 2πr will be the circumference or the distance traveled by body through the entire circular path. അങ്ങനെയെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺസിഡർ ദി സ്പീഡ്. ബട്ട് വാട്ട് ഈസ് ദ കേസ് ഓഫ് വെലോസിറ്റി? വെലോസിറ്റി കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഡിഫറൻസ് നോക്കുക. Velocity is a quantity which not only depends on the magnitude but also on the direction. Magnitude ne മാത്രമല്ല velocity ഡിപ്പെൻഡ് ചെയ്യുന്നത്, it also depends on the direction acting along it. അതായത് ഈ ഒരു ബോഡിയുടെ കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ, if in the case of circular motion, velocity of a particle at a point is the tangent along the path. എന്താണ് ഒരു ബോഡിയുടെ വെലോസിറ്റി, ഒരു സർക്കുലർ പാത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന, ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിലേതും ആ സർക്കുലർ പാത്തിലെ ആ പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. സോ ഇൻ ദിസ് പൊസിഷൻ പി, the velocity, direction of velocity will be along this line. At the point A, the direction of velocity will be along this line, and at this point the direction of velocity will be along this line, and at this point the direction of velocity will be along this line. So at each and every point the direction of velocity changes. Clear ആവുന്നുണ്ടല്ലോ? In a circular motion, at each and every point the direction of velocity changes. The direction of velocity changes. The direction of velocity changes, but the speed remains constant. The magnitude remains the constant, but the direction changes. അപ്പോൾ എന്താണ് അവിടെ വെലോസിറ്റിക്ക് എന്തുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ഉണ്ട്. നമുക്കറിയാം ആക്സലറേഷൻ ഇസ് എ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അത്തരത്തിൽ ഒരു ബോഡിയുടെ ആക്സലറേഷൻ ചേഞ്ച് വരണമെങ്കിൽ അവിടെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്ഷൻ, ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഇത് രണ്ടിൽ ചേഞ്ച് വന്നാലും എന്തുണ്ടാവും, ഒരു ബോഡിയുടെ ആക്സലറേഷൻ ചേഞ്ച് ഉണ്ടാവും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ അറ്റ് ഈച്ച് ആൻഡ് എവറി ഇൻസ്റ്റൻസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് ചേഞ്ചിങ്. As the direction of velocity changes, there is a change in velocity. We can consider there is change in velocity such that there is an acceleration. So uniform circular motion is not a uniform accelerated motion, it is a accelerated motion. In a uniform circular motion is an accelerated motion. അതെന്താണ്, ഒരു യൂണിഫോം മോഷൻ നമുക്ക് സർക്കുലർ മോഷൻ ഇൻ ദ കേസ് ഓഫ് സ്പീഡിൽ നമുക്ക് എന്താണ് വെറും ഒരു യൂണിഫോം മോഷൻ എന്ന് പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെലോസിറ്റി വി ക്യാൻ സേ ദാറ്റ് എന്താണ്, അതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കേസ് ഓഫ് നോൺ ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി ആക്സിലറേഷൻ ദ ബോഡി മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് സ്പീഡ്. ലീനിയർ മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇഫ് യു കൺസിഡർ ലീനിയർ മോഷൻ, uniform linear motion, the body does not have any acceleration, it moves with a constant velocity. But in the case of a uniform circular motion, the case is different. It is an accelerated motion because the velocity of the body changes at each point. ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മോഷനിലെ ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, there is an acceleration. So uniform circular motion is an ആക്സിലറേറ്റഡ് മോഷൻ. അത് എന്താണ്, ഒരു ആക്സിലറേറ്റഡ് മോഷനാണ്.
സോ അങ്ങനെ ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എവരി മോഷൻ നീഡ്സ് എ ഫോഴ്സ് അല്ലെ, ഏതൊരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ദർ ഷുഡ് ബി എ ഫോഴ്സ്. ഒരു ബോഡി ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ലീനിയർ ഫോഴ്സ്. ഒരു ബോഡിയിലേക്ക് ഒരു ലീനിയർ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഒരു ബോഡി എന്താണ് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സർക്കുലർ ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത്? അല്ല. സർക്കുലർ ഫോഴ്സ് ഇറ്റ്സ് എ ഫോഴ്സ് എന്താണ് ഒരു ബോഡിയെ സർക്കുലർ, നമ്മളിപ്പോൾ ഒരു കല്ല് കെട്ടി ഒരു ബോഡിയെ കറക്കുക വന്നിരിക്കട്ടെ, ഒരു കല്ല് കെട്ടി ഒരു സ്റ്റോൺ നമ്മളിങ്ങനെ കെട്ടി കറക്കുകയാണ്. കറക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് എങ്ങോട്ടായി കൊടുക്കുന്നത്? നമ്മൾ വട്ടത്തിലൊരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്? അല്ല, നമ്മൾ കറക്കുമ്പോൾ എ ഫോഴ്സ് ഇസ് എന്താണ് അപ്ലൈഡ് ഓർ എക്സ്റ്റെൻഡഡ് ടുവേർഡ്സ് അവർ ഹാൻഡ്. നമ്മുടെ കയ്യിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്. ഒരു കല്ല്, ഒരു ചെറിയ ബോളോ എന്തെങ്കിലും ഒരു ടോയിൻ ഉപയോഗിച്ച് കെട്ടി നമ്മൾ എന്ത് ചെയ്യുന്ന സർക്കുലർ വട്ടത്തിൽ കറക്കുകയാണെങ്കിൽ ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ടുവേർഡ്സ് ദ സെന്റർ, റൈറ്റ്? എന്താണ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? സെന്ററിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് എ യൂണിഫോം സർക്കുലർ മോഷൻ എ ഫോഴ്സ് ഈസ് എന്താണ് അപ്ലൈഡ് ടുവേർഡ്സ് ദ സെന്റർ. എ ഫോഴ്സ് ഇസ് എക്സേർട്ടഡ് ടുവേർഡ്സ് ദ സെന്റർ. ആ സർക്കുലർ മോഷന്റെ എന്താണ് സെന്ററിലേക്ക്, അല്ലെങ്കിൽ ഈസ് ആക്ട് അലോങ് ഇറ്റ്സ് റേഡിയസ്. ആ പാത്തിന്റെ റേഡിയസിന് അലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സർക്കുലർ മോഷൻ എനേബിൾ ചെയ്യുന്ന ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഈസ് വാട്ട് വി കോൾ the centripetal force. It is the centripetal force. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? centripetal force. A force which is acting towards center which enables circular motion is what we call as centripetal force. എന്താണ് ഒരു ബോഡി? The centripetal force is the force acting on a body moving in a circular path in a direction towards the center സർക്കുലർ പാത്ത്. ഇത്തരത്തിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും സെന്ററിലേക്കായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും സെന്ററിലേക്കായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. അങ്ങനെ ഓരോ പോയിന്റിൽ നിന്നാണ് സെന്ററിലേക്ക് പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ സെന്ററിലേക്ക് ഡയറക്ട് ചെയ്ത ഫോഴ്സിനെയാണ് എന്താ പറയുക? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആൻഡ് ദാറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇനേബിൾസ് എ ബോഡി ടു മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. അങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ ഒരു ബോഡിയെ എനേബിൾ ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്ന, പ്ലാനറ്റ്സ് ഓർബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവൊല്യൂഷൻ ഓർബിറ്റ് ചെയ്യുന്ന എന്താണ്? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് മൂലമാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എർത്തിനായിട്ട് റിവോൾവ് ചെയ്യുന്ന എന്തിനു മൂലമാണ്? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സോ ഇൻ ഈച്ച് ആൻഡ് എവറി കേസ്, ഇൻ കേസ് ഓഫ് സർക്കുലർ മോഷൻ there is centripetal force. എന്താ അടുത്ത് വന്നുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ അവിടെ എല്ലാം എന്താണ്? എ ബോഡി മൂവ്സ് ഇൻ എ യൂണിഫോം സ്പീഡ് ആണ്. യൂണിഫോം സ്പീഡ് ആണ്, ബട്ട് ഇറ്റ്സ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, due to the change in direction of velocity, it is an accelerated motion, but we say it's as a uniform circular motion. In the case of uniform circular motion, a force which is acting along the center which enables the circular motion is called the centripetal force. അങ്ങനെയാണെങ്കിൽ ഒരു ഫോഴ്സ്, for every a force there is equal and opposite force എന്ന് പറയല്ലേ. ഇപ്പോൾ if there is a force which is acting along the center, we assume there is a force which is projected outside the motion. അതായത് ഈ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ ഈ റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷന്റെ എന്താണ് ഓരോ പോയിന്റിലും ടാൻജൻഷ്യൽ ആയിട്ട് പുറത്തേക്ക് എ ഫോഴ്സ് വിച്ച് ആക്ട്സ് ടാൻജൻഷ്യലി ഔട്ട്വേർഡ്സ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു മറ്റൊരു ഫോഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആക്ച്വലി എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്? എന്താണ് ഒരു റിയൽ ഫോഴ്സ് അല്ല, ഇറ്റ്സ് എ ഫിക്ഷ്യസ് ഫോഴ്സ്. അതിനെ നമ്മൾ എന്താ പറയുക? ഒരു ഫിക്ഷ്യസ് ഫോഴ്സ് ആണ്, which is not a real force. അതെന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്ന റിയൽ ഫോഴ്സ് അല്ല. വി അസ്യൂം there is a force which acts along the tangent. എന്താണ്? ഒരു സർക്കുലർ മോഷന്റെ ടാൻജൻഷ്യൽ ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അസ്യൂം ചെയ്യാവുന്നതാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ ഇറ്റ് ഇസ് എ ഫിക്ഷ്യസ് ഫോഴ്സ്. ആക്ച്വലി there is no such kind of forces. We assume there is such a force which acts along the tangent direction ആക്ട് ചെയ്യുന്ന നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ, ടോയിൻ കെട്ടി കറക്കുന്നു. ഓക്കെ, ഒരു കല്ല് സ്റ്റോൺ എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ ബോഡി മൂവ്സ് ഇൻ എ ടാൻജൻഷ്യൽ പാത്ത്. ആ ഏത് പോയിന്റിലാണോ നിങ്ങൾ റിലീസ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കും ഇറ്റ് മൂവ്സ് ഇൻ എ ടാൻജൻഷ്യൽ. അതിന് ആ പോയിന്റിൽ നിന്ന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ബോഡി പുറത്തേക്ക് പോകുന്നത്. സോ വി അസ്യൂം there is a force tangential at each and every point in a circular motion, and that particular fixous force is what we call as centrifugal force. So in a circular motion there are two forces involved, one a real force which is the centripetal force, and another a fixous force which is the centrifugal force. So this is all about a uniform circular motion, and from on this particular topic the very first chapter ends. So
there are no numerical problems for this section, so we can continue our next chapter. On the coming sessions we will start the next chapter, which is work, energy and power, in our next video session. So until then, everybody stay home and stay safe. Kindly go through the chapter. If you have any doubts, please contact. So everybody take care and bye.